പുത്തുമല ശ്മശാനത്തിൻ്റെ പേരിപ്പോൾ മാറിയിട്ടുണ്ട്. ജൂലൈ 30 ഹൃദയഭൂമി എന്നാണ് പേരിട്ടിരിക്കുന്നത്. നാളെയാണ് ജൂലൈ 30. ഈ ദിവസമാണ് മലമുടിയിൽ നിന്ന് മരണം പെയ്തിറങ്ങിയത്. ഈ ജൂലൈ 30 ഹൃദയഭൂമിയിൽ നിന്ന് ഷഹദ് റഹ്മാൻ തത്സമയം ചേരുന്നു. ഷഹദ്, ശരിക്കും ഈ ദുരന്തത്തിൻ്റെ ഒരുപാട് രക്തസാക്ഷികൾ ആ മണ്ണിനടിയിലുണ്ട്. ഒരുപാട് ദുരന്തത്തിൻ്റെ ഓർമ്മകൾ നമ്മെ മാടി വിളിക്കുന്ന ഭൂമിയാണത്. പറയും. തീർച്ചയായും എസ്കേൻ, കാരണം നാളെയാണ് ഈ ദുരന്തം ഈ നാട്ടുകാർ മുഖാമുഖം കണ്ടിട്ടുള്ളത്. ഈ ദുരന്ത ഭൂമിക്ക് അവർ നൽകിയിരിക്കുന്ന പേരാണ് ഹൃദയഭൂമി എന്നുള്ളത്. ആ ദിനം അത് നാളെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 3 സഹോദരങ്ങളുടെ ഇത്തരത്തിൽ മൃതദേഹം സംസ്കരിച്ചിട്ടുള്ള സ്ഥലത്താണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നിവേദ്, അതുപോലെ തന്നെ ധ്യാൻ, ഇഷാൻ, ഈ 3 സഹോദരങ്ങളുടെ മൃതദേഹം. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഉമ്മ, ഉപ്പ, അച്ഛൻ, അമ്മ, ബന്ധുക്കൾ, മക്കൾ, സഹോദരി, സഹോദരന്മാർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമ്മൾ ഇവിടെ വന്ന സമയത്ത് നമ്മളെ ആദ്യം തന്നെ നമ്മുടെ ശ്രദ്ധ പോയത് ഈ കല്ലറയിൽ കൊത്തിവെച്ചിട്ടുള്ള ചില വാക്കുകളാണ്. അതിങ്ങനെയാണ്: അച്ഛ, അമ്മേ, ഞങ്ങളിന്ന് സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞു തുളുമ്പുന്ന ഒരു കൂട്ടം കാവൽ മാലാഖമാർക്ക് നടുവിലാണ്. പക്ഷേ ഞങ്ങളുടെ അച്ഛനും അമ്മയും കൂടെയില്ലല്ലോ എന്ന സങ്കടമാണ് ഞങ്ങളെ അലട്ടുന്നത്. എങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നത്. ഇത്തരത്തിൽ ഈ കല്ലറയിൽ ഇത് കൊത്തിവെച്ചിരിക്കുന്നു. സമാനമായ രീതിയിൽ തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള കല്ലറയിലും സ്വന്തം അമ്മയാണ് വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. ആ അമ്മയെ കുറിച്ചുള്ള കുറേ നല്ല വാക്കുകൾ, അല്ലെങ്കിൽ അമ്മയെ ഓർക്കുന്ന തരത്തിലുള്ള കുറേ നല്ല വാക്കുകൾ. ഒപ്പം തന്നെ നമ്മൾ പല കല്ലറകളിലും കാണാം, നമുക്ക് പൂക്കളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൈലാഞ്ചി കൊമ്പുകൾ കുഴിച്ചിട്ടുണ്ട്. ചെറിയ മക്കളുടെ കളിപ്പാട്ടങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ തളം കെട്ടിക്കിടക്കുന്ന ഒരു ഇടം കൂടിയാണ് ഇവിടം എന്നുള്ളതാണ്. അല്പസമയത്തിനകം ഇവിടെ സർവ്വമത പ്രാർത്ഥന ഉണ്ടാകും. അതിനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് നടക്കുന്നത്. ഇവിടെയുള്ള നാട്ടുകാർ, ഇവരെ വിട്ടുപിരിഞ്ഞ ആളുകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥന നടക്കും. നമുക്കൊപ്പം ഇപ്പോൾ ഇവിടുത്തെ വാർഡ് കൗൺസിലർ കൂടിയുണ്ട്. എന്താണ്, ഇപ്പം ഒരു വർഷം ആകാൻ പോവുകയാണ്. അപ്പം എങ്ങനെയാണ് അതിനെ ഓർത്തെടുക്കുന്നത്? എന്തൊക്കെയാണ് ഇനി ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇവിടെ നടക്കുന്ന ചടങ്ങുകൾ? നമ്മളിപ്പം ഈ ഭൂമിക്ക് ഒരു പേര് കൊടുത്തിട്ടുണ്ട്, ഹൃദയഭൂമിന്ന്. കുറേയധികം ആളുകളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊന്നും സാധിക്കാതെ മരണപ്പെട്ടു പോയ ആളുകളാണ് ഇവരൊക്കെ. നാളെ നമുക്കിവിടെ സർവ്വമത പ്രാർത്ഥനയും അതുപോലെ തന്നെ അനുസ്മരണ ചടങ്ങും ഒക്കെ ഉണ്ട്. ഒത്തിരി പേര് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പം 1 വർഷത്തോളമായി ഉരുളുപൊട്ടൽ നടന്നതെങ്കിലും നമുക്കതിൽ നിന്ന് ഇതുവരെ ഒന്നും റിക്കവർ ആയിട്ടില്ല ആരും തന്നെ. കുറേയധികം ആളുകൾ വാടക വീടുകളിലാണ് താമസിക്കുന്നത്. ഇതുവരെ ടൗൺഷിപ്പിൻ്റെ കാര്യങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല. ഏകദേശം നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ ഇപ്പം ഒത്തിരിയധികം കഷ്ടപ്പാടുകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. അതാണ് കാരണം. ഒരുപാട് വേദനകൾ, ഒരുപാട് ഓർമ്മകൾ അത് ഇപ്പോഴും ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ സർവ്വമത പ്രാർത്ഥനയുണ്ട്. നാളെ സർക്കാരിൻ്റെ ചടങ്ങുകളും ഈ സ്ഥലത്ത്, ഈ ദുരന്ത ഭൂമിയിൽ നടക്കാൻ പോവുകയാണ്.